അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാവി കാലത്ത് എല്ലാവരും ഓർമ്മയിൽ വെച്ച് ഇതിൻ്റെ പ്രോഗ്രസ് കിഫ്ബി പോലെയൊക്കെ കെ ഡിസ്കൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഭാവി കാലത്ത് ഓർത്ത് വെച്ച് കാണേണ്ട ഒരു പ്രോജക്റ്റിലേക്ക് കേരളം പോകുന്നു. അത് വിജ്ഞാന കേരളം എന്നുള്ളതാണ്. വിജ്ഞാന കേരളത്തിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുക. കറക്റ്റല്ലേ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായ ഒരു മെഗാ തൊഴിൽ മേള, ഇത് പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങിയതാണ്, അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റായി, അതിപ്പോൾ ആലപ്പുഴയിൽ മെഗാ തൊഴിൽ മേളയായി ഇന്ന് മാറുന്നു. അപ്പോൾ ഈ വിജ്ഞാന കേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള മുൻ ധനകാര്യമന്ത്രി, പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ തോമസ് ഐസക്കിനെ ഞാൻ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല ദിവസമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നല്ല ദിവസമാണ്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ആദ്യത്തെ മെഗാ തൊഴിൽ മേള. നമ്മൾ ചെറിയ തൊഴിൽ മേളകളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഒരു 10,000 പേരെങ്കിലും ഇന്ന് ഇൻ്റർവ്യൂവിന് വരും എന്നാണ് ഞാൻ കരുതുന്നത്. ആ കോളേജിൽ 2,500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൂ, പഠിക്കാൻ സൗകര്യമുള്ളൂ. അപ്പോൾ അവിടെ 10,000 പേര് വരുമ്പോൾ ഉള്ള പ്രശ്നം മനസ്സിലാക്കാമല്ലോ. തൊട്ടടുത്ത സ്കൂളും തൊട്ടടുത്ത സ്വാശ്രയ കോളേജിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു തൊഴിൽമേള നടക്കുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ മെഗാ തൊഴിൽമേളയൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ മഹാത്ഭുതം കാത്തിരിക്കുന്നത് അടുത്ത ഓഗസ്റ്റ് ആവും. അതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്താണെന്നറിയോ, കേരളത്തിലെ 5 ലക്ഷം കുട്ടികളെ ഉറപ്പായിട്ടും തൊഴിൽ കിട്ടുന്ന സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കാൻ പോവുക. ഈ വാക്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ഓഗസ്റ്റിൽ അല്ലേ? ഓഗസ്റ്റിൽ 5 ലക്ഷം. ഞാൻ ആൾക്ക് ശങ്കയുണ്ടാവും, 5 ലക്ഷത്തിനൊക്കെ തൊഴിൽ കൊടുക്കുമോ? അതുകൊണ്ടേ സാമ്പിൾ പഠിക്കട്ട് 25,000 പേരെ ഇപ്പോൾ വിവിധ കോളേജുകളിൽ നിന്ന് സ്കില്ലിങ്ങിന് എടുത്തിട്ടുണ്ട്. ട്രെയിനിങ്. ട്രെയിനിങ് എന്തൊക്കെ തരം ട്രെയിനിങ് ആണ് അത് വരുന്നത്? കോളേജ് വിദ്യാർത്ഥികൾക്കാണല്ലേ? പോളിടെക്നിക്ക്, ITI തുടങ്ങിയിടത്തൊക്കെ അവിടെ വൈദഗ്ധ്യം വളരെ നല്ലതാണ്. നമ്മൾ എഴുത്തി കാണണ്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതാണ്. പക്ഷേ ഇംഗ്ലീഷ് പോരാ, അത് അത്ഭുതമാണ്. കേരളത്തിൽ വലിയ ബാലികറ മലയായി കുട്ടികൾക്ക് പുറത്ത് പോകണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം, അല്ലെങ്കിൽ ഹിന്ദി അറിയണം. ഇന്നത്തെ ഈ വലിയ കമ്പനികളുമായിട്ടുള്ള ഓൺലൈനിലും ഒരു ഹഡിൽ യഥാർത്ഥത്തിൽ താങ്കൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കലാണ്. പഠിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 25,000 പേർക്ക് അടുത്ത മെയ് മാസത്തിൽ ജോലി ഓഫറിൽ കൊടുത്തിരിക്കും. എന്നിട്ടാണ് 5 ലക്ഷം പേരെ ചേർക്കാൻ പോണത്. അപ്പോൾ ഈ മാസങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. 25,000 അത് മെയിലാണ്, അടുത്ത ഓഗസ്റ്റിലാണ് 5 ലക്ഷത്തിൻ്റെത്. ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. യഥാർത്ഥത്തിൽ അതാ ഏറ്റവും എളുപ്പം. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ കൂടി ഇതും കൂടി പഠിച്ചോ എന്ന് പറയാൻ എളുപ്പമുണ്ട്. അതിനുള്ള സൗകര്യം എങ്ങനെയാണ് അപ്പോൾ ഈ വിജ്ഞാന കേരള ഈ കുട്ടികൾക്ക് ഒരുക്കുന്നത്? അതിൻ്റെ സെൻറ്റേഴ്സിലേക്ക് നിങ്ങൾ അയക്കുമോ? എങ്ങനെയാണത്? 2 സെറ്റ് ആൾക്കാരുണ്ടാവും. ഒന്ന് ടീച്ചർ മെൻറ്റേഴ്സ്, അതത് കോളേജിലെ ആളുകൾ. നമ്മുടെ കയ്യിൽ ഒരു 5,000 ഓൺലൈൻ കോഴ്സുകൾ സർക്കാർ മേടിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തിന് എല്ലാ ഭാഗത്തുനിന്നുമായിട്ട്. അപ്പോൾ ആ കോഴ്സുകളിൽ അനുയോജ്യമായിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് സ്വയം പഠിക്കണം ഓൺലൈൻ. പക്ഷേ കോൺടാക്ട് ക്ലാസ്സിന് നമ്മുടെ ടീച്ചർമാരുണ്ടാവും. 2 പഠിച്ചു ഉഴപ്പാൻ സമ്മതിക്കത്തില്ലല്ലേ? മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ആ ഓരോ കോളേജിലും നല്ല മിടുക്കന്മാർ കേരളത്തിലില്ലേ, അച്ചീവേഴ്സ്. അവരെയൊക്കെ ക്ഷണിക്കും. നിങ്ങൾ പഠിച്ച കോളേജിൽ വന്ന് പിള്ളേരോടൊക്കെ ഒന്ന് പറ, നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു, ഈ കോളേജിൽ പഠിച്ചതാണിട്ട് ഞങ്ങളിപ്പോൾ ഇത്രയും വലുതായി. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നടക്കും. പിന്നെ ഒന്നും കേട്ടാ, ഓരോ കോളേജിലെയും പഠിച്ചു പുറത്തുപോയ അലുമിനി ഇല്ലേ, അതിൽ അക്കാഡമിക് വേൾഡിൽ പ്രൊഫഷണൽ വേൾഡിൽ ജോലി ചെയ്യുന്ന 50,000 പേരെയെങ്കിലും മെൻറ്റർമാരാക്കും. ഒരു 5-10 കുട്ടികൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. ഞാൻ പഠിച്ച കോളേജിൽ അവിടെ എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടിക്ക് അവന് 2 ആഴ്ച കൂടുമ്പോൾ ഒരു സൂം മീറ്റിങ്ങിലൂടെ എന്തായി പഠിത്തം, എൻ്റെ വല്ല സംശയമുണ്ടോ, പറഞ്ഞു കൊടുക്കാം. ഇതാണ് കേരളത്തിലെ ഇന്ത്യയിൽ ലോകത്തെമ്പാടുമുള്ള
മലയാളി പ്രവാസികളോടും അല്ലാത്തവരോടും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ പഠിച്ച കോളേജിലെ പിള്ളേരെ നിങ്ങൾ സഹായിക്കാൻ വരണം. അത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകുന്നു. അത് മെയിൽ കഴിയും. അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോൺഫിഡൻറ്റോടെ ഈ ലോകോത്തര കമ്പനികളുമായി അഭിമുഖങ്ങളിൽ ഇൻ്റർവ്യൂവിലെത്താം, ജോലി വാങ്ങിച്ചെടുക്കാം. അങ്ങനെ 25,000 അതല്ലേ? അങ്ങനെ 25,000. ആ 25,000 കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കോൺഫിഡൻസ്. നാട്ടുകാർ സകലോടും പറയും, ഇവിടെ ഡിഗ്രിക്ക് പഠിച്ചാൽ പോരാ, ജോലിക്ക് പഠിക്കുക, അതുകൊണ്ട് ഈ കോഴ്സ് പഠിക്കുക. പക്ഷെ പഠിത്തം തീർന്നവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ മാത്രം കാത്തു നിൽക്കുന്ന ആളുകൾ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർ. അപ്പോൾ അവരിപ്പോൾ 45,000 അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ 10,000 വരെ വരുമെന്നാണ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പേടിയാണ്. അവർക്കും ഈ ഭാഷാ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഓൺലൈൻ ഇന്റർവ്യൂസിനെ അഭിമുഖീകരിക്കും. 45,000 മാത്രം വരുന്നത് ഇംഗ്ലീഷിലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മുങ്ങും. പലപ്പോഴും നമ്മൾ ഓൺലൈൻ ഇൻ്റർവ്യൂ പോയിരുന്ന വർത്തമാനം പറയുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മുടെ ജോബ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ, പിന്നെ IT ആണെങ്കിൽ അവർ പഠിച്ച IT വെച്ച് റിഫ്രഷർ കോഴ്സ്, ഇതൊക്കെ നടത്തി ജോബ് മേളക്ക് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ ഇത്രയും വിപുലമായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു പരീക്ഷണമാണ് ഈ ആലപ്പുഴ നടത്തിയത്. ഇത് നമ്മൾ അടുത്ത തവണ തൃശ്ശൂരെത്തും. ഈ മാർച്ച് മാസം പഞ്ചായത്തുകാരൊക്കെ വളരെ തിരക്കിലാണ്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരെത്തുമ്പോഴുണ്ടല്ലോ, എഴുതിയിട്ടോളൂ, ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കും. ഓക്കെ, അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ ഓരോ ജില്ലയിലൂടെ കടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.